ഹലോ എവരിവൺ, ഇത് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഓൾറെഡി പ്ലെയിൻ സാരീസ് സെല് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 2-3 വീഡിയോസിലായിട്ട് നമ്മളത് കുറേശ്ശെയായിട്ട് കാണിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു പ്ലെയിൻ സാരീസിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുവാണ്. ഇത് നമുക്ക് ഭയങ്കര ഒരു ഡിമാൻഡിങ് ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പ്ലെയിൻ സാരീസിനെ കുറിച്ച് നേരത്തെ എല്ലാം ചോദിച്ച പ്രകാരമാണ് നമ്മൾ ഇതുപോലെ മെറ്റീരിയൽസ് എടുത്ത് വെച്ചത്. ലാസ്റ്റ് വീഡിയോസിലൊക്കെ മെറ്റീരിയൽസ് കാണിച്ചപ്പോഴും നല്ല റെസ്പോൺസ് ആണ് എല്ലാവരുടെയും കയ്യിൽ കിട്ടിയത്. നമ്മൾ കാണിച്ച മെറ്റീരിയൽസ് ഒക്കെ അന്നേരം തന്നെ ഒരു ഓർഡർ വന്ന് നമുക്ക് സെയിൽ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ പുതിയ സ്റ്റോക്ക് വീണ്ടും വേറെ കളേഴ്സ് ആണെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ചെക്കോട്ട, അതായത് നമ്മൾ നോർമലി ഒത്തിരി ഡിമാൻഡിങ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലിലുള്ള കുറച്ച് കളർ ഷെയ്ഡ്സ് കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ്. ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. അതായത് സ്കൈ ബ്ലൂ, ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ അല്ല, എന്നാലും ഭയങ്കര നേവി ബ്ലൂ പോലത്തെ ഡാർക്ക് ഷെയ്ഡും അല്ല, ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു പൗഡർ ബ്ലൂന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ബ്ലൂ ആണ്. ഇതിൽ പിങ്ക് കളറും ഒക്കെ എംബ്രോയിഡറി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഓൾറെഡി നമുക്കറിയാം ചെക്കോട്ട മെറ്റീരിയൽ ഡെയിലി വെയർ ആയിട്ട് ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ്. ഒത്തിരി ആൾക്കാർ ഈ മെറ്റീരിയലിനെ കുറിച്ചുള്ള എൻക്വയറീസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് ഈ സിൽക്കി കോട്ടയും ചെക്ക് കോട്ടയും സിന്തറ്റിക് കോട്ടയും തമ്മിലുള്ള ഡിഫറൻസും, അതെന്താ മെറ്റീരിയൽ സ്റ്റിഫ് ആണോ ഹാർഡ് ആണോ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് എല്ലാവർക്കും. ഇത് സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുന്ന പ്യുവർ കോട്ടൺ ആയിട്ടുള്ള കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ ഡെയിലി വെയർ ആയിട്ടും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏത് ക്ലൈമറ്റിലും, അതായത് നമ്മളൊരു ചൂടൊക്കെയുള്ള ക്ലൈമറ്റിലൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു മെറ്റീരിയൽ ആണ്. ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ഒത്തിരി മൂവിംഗ് ആയിട്ട്, ഈവൻ ചർച്ച് വെയർ ആയിട്ട് വൈറ്റ് സാരീസിലൊക്കെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ചെക്കോട്ട. അപ്പം അങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണിത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് സീത്രൂ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ സീത്രൂ അല്ല. ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ വരുമ്പം വലിയ സീത്രൂ അല്ല. ഈവൻ നമ്മള് പ്ലേറ്റ് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒട്ടും സീത്രൂ ആയിട്ട് വരത്തില്ല. അതുപോലെ ഇതിനകത്ത് ഏത് ഡിസൈൻ, ഏത് എംബ്രോയിഡറി വർക്ക്സ് ആണെങ്കിലും ഈവൻ പെയിന്റ് ഒക്കെ ചെയ്യുന്നവർക്കും പെയിന്റ് ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് ഒരു ഔട്ട്പുട്ട് തരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. നമ്മൾ അതുപോലെ സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ കോട്ടൺ ചെക്കോട്ട. നമ്മൾ ഈ സാരി 5.5 മീറ്റർ സാരി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡ് സാരിയാണ്. ഈ ഒരു കളറും അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ്. വൈറ്റ് സാരീസ്, അതായത് ലൈറ്റ് ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് വൈറ്റ് സാരീസ് അല്ലാതെ പറ്റുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡ്, അതായത് നമ്മളൊരു ബേജ് കളർ എന്ന് പറയുന്നത് ഐവറി ഷെയ്ഡ് എന്നൊക്കെ ഈ ഒരു ഷെയ്ഡിനെയാണ് പറയുന്നത്. ക്രീം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഡാർക്ക് ഒരു ഇച്ചിരി ഒരു ചിക്കു ഷെയ്ഡ്, പ്രോപ്പർ ചിക്കു ഷെയ്ഡ് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം, പ്രോപ്പർ ചിക്കു ഷെയ്ഡാണ്. ഇതിനകത്ത് നല്ലൊരു മെറൂൺ കളർ വർക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ചെക്കോട്ടയിലാണെങ്കിലും ഓർഗൻജി മെറ്റീരിയലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് മൂവിംഗ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒത്തിരി ആൾക്കാർ ഈ ഒരു ഷെയ്ഡ് എൻക്വയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന പോലത്തെ ഒരു നല്ല കളറാണ്. ഏത് ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു കളറാണ്. ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക്, പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിവേ ഞാൻ എല്ലാ ഷെയ്ഡ്സിന്റെയും എക്സ്ട്രാ നമ്മൾ ലാസ്റ്റ് ഫോട്ടോസ് എക്സ്ട്രാ വേറെ അറ്റാച്ച് ചെയ്യാം. ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇങ്ങനെ വീഡിയോയിൽ കളേഴ്സ് കാണിക്കാന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റെഡ് ഷെയ്ഡാണ് കാണിക്കുന്നത്. റെഡ് ഷെയ്ഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ അധികം വന്നിട്ടില്ലാത്തൊരു കളറാണ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആയി ചെക്കോട്ടയിൽ ഈ റെഡ് ഷെയ്ഡ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തിട്ടിട്ടില്ല. ഈ ചാനലിൽ നമ്മൾ ഈ ഒരു റെഡിൽ വർക്ക് ചെയ്ത് ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ എൻക്വയറി ചെയ്യാറുണ്ട്, ഈ ലൈറ്റ് ഷെയ്ഡ്സ് അല്ലാതെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ചെക്കോട്ടയിൽ വരുമോ? നമ്മൾ എപ്പോഴും വീഡിയോസിൽ കാണിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, പേസ്റ്റൽ ഷെയ്ഡ്സും ലൈറ്റ് ഷെയ്ഡ്സും പൊതുവെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ചെക്കോട്ടയിൽ വരുമോ എന്ന് ചോദിച്ചു ഒത്തിരി എൻക്വയറീസ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ചോയ്സ് ആണ് ഈ ഒരു റെഡ് ഷെയ്ഡ്. അതുപോലെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെയിന്റ് ചെയ്യാനാണെങ്കിലും ആപ്ലിക് വർക്കോ അല്ലെങ്കിൽ കട്ട് വർക്കോ ഒക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചാൽ നല്ലതായിട്ട് ഒരു നല്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും, അതായത് നമ്മൾ ഫസ്റ്റ് ടൈം അതിന് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് നോക്കാനാണെങ്കിലും ഈ ഒരു ചെക്കോട്ട മെറ്റീരിയൽ നല്ലതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ലെമൺ യെല്ലോ ഷെയ്ഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ നേരത്തെ വർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു കളറാണ് ലെമൺ യെല്ലോ ഷെയ്ഡ്. ഇതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലതായിട്ട് ട്രെൻഡിങ് ആയിട്ട് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ്. എപ്പോഴും ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയി വരാറില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ കറന്റ്ലി ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പം പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന ഒരു കളറായി ലെമൺ യെല്ലോ.
ഒത്തിരി പേർക്കും ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ഒരു കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നത്. അപ്പം ഈ കളർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ കറന്റ് അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള കളർ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലാത്ത ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന പോലത്തെ നല്ലൊരു കളർ കോമ്പിനേഷൻ ഈ വർക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു കളറാണ്. അധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെക്കോട്ട കളർ അല്ല ഇത്. ഈ ഒരു ഒലിവ് ഗ്രീൻ ഒക്കെ നമ്മൾ അങ്ങനെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ്സ് ഒക്കെ കിട്ടാറുള്ളൂ. അപ്പം ഈ ഒരു കളർ ഷെയ്ഡ്സും നിങ്ങൾക്ക് ഒരു പുതിയൊരു കളർക്ക് മിക്സ് ഒക്കെ ചെയ്താൽ അതിന് പിങ്ക് മൾട്ടി ടോൺ ത്രെഡ് ഒക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്താൽ നല്ലൊരു വെറൈറ്റി ലുക്ക് ആയിരിക്കും. നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു സ്കൈ ബ്ലൂ പിങ്ക് കളറൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിരിക്കും ഈ ഗ്രീനും. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവർക്കും ചേരുന്ന പോലത്തെ ഒരു കളറാണ്. അതുപോലെ നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ആകുമ്പോൾ ഡെയിലി വെയർ ആയിട്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു കളറാണ്. ഇതുവരെ നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്ത ഒരു സാരി അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ അതുപോലത്തെ സാരീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കളേഴ്സിലും ഒക്കെ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കളേഴ്സ് കാണിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കളേഴ്സ് എല്ലാം ഇൻഡിവിജ്വലി കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, ഓരോ കളറും എങ്ങനെയാണെന്നുള്ളതും അത് ഫുൾ ആയിട്ട് എങ്ങനെയാണെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് വർക്ക് ചെയ്താണ് വേണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പ്ലെയിൻ സാരീസ് അല്ല, ഇപ്പൊ ഈ ഒരു മെറൂൺ സാരിയിൽ എന്തെങ്കിലും ഒരു വർക്ക്, ഒരു പർട്ടിക്കുലർ കളർ കോമ്പിനേഷൻ ഒരു വർക്ക് ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി ഈ ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി മൂവിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു. നമ്മൾ ഓൾറെഡി ഈ ഒരു ഷെയ്ഡിൽ പിങ്ക് കളറിലെ ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലിൽ ഈ ഒരു സാരി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ആ ഒരു സാരി ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു സാരി ആയിരുന്നു. നമ്മൾ ആ സാരി എനിക്ക് തോന്നുന്നൊരു 5 or 6 സാരീസ് അത് ആ സെയിം ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂവിംഗ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും കളറും ഒക്കെയാണ് ഇത്. അപ്പൊ ഇത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ചേരുന്ന പോലത്തെ ഇതും എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ഒന്നും ആവാത്ത എപ്പോഴും ഒരു നല്ല ലുക്കുള്ള ഒരു സാരി, ഒരു ഗ്രേ ഷെയ്ഡ് സാരി ഉടുക്കുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു സാരി. നമ്മൾ അതുപോലെ എല്ലാ സാരീസും നമുക്ക് ഇതിപ്പം ഒരു യൂണിഫോം പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കളേഴ്സോ ഒരേപോലെ, അതായത് ഒരു കളർ ഒന്നി കൂടുതൽ പീസസ് വേണമെങ്കിലും അങ്ങനെയൊക്കെ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു സാരി ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ 5.5 മീറ്റർ സാരി ആയിട്ടാണ്. അപ്പൊ അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 575 rupees ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒത്തിരി സാരീസ്, അതായത് ഒരു 10 സാരി കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ ചെയ്യുന്നതായിരിക്കും. 10 സാരി കൂടുതലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെർ സാരി 550 ആണ് ചാർജ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ കുറവാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ 575 പെർ സാരിയാണ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡ് നമ്മൾ ഓൾറെഡി നേരത്തെ വർക്ക് ചെയ്ത വീഡിയോ അല്ലാതെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത വർക്ക്സ് ഒക്കെ കാണിച്ച കൂട്ടത്തില് ഈ ഒരു പീച്ച് ഷെയ്ഡിലുള്ള സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനൊരു വൈറ്റ് കളറിലെ ഒരു ചിക്കൻ കാരി വർക്ക് ചെയ്ത് ഈ ഒരു പീച്ച് കളർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വൈറ്റ് കളർ വർക്ക് ചെയ്താൽ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്ന വർക്കല്ല, അല്ലാതെ നല്ലൊരു ബ്ലൂ ഷെയ്ഡോ ഒക്കെ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായി കാണാം. ബ്ലൂ ഷെയ്ഡ് വർക്ക് ചെയ്തും ഞാൻ ഈ ഒരു ഇതിന്റെ ഒരു ഡാർക്ക് പീച്ച്, ഇത് ലൈറ്റ് പീച്ചാണ്, ഇതിന്റെ ഡാർക്ക് പീച്ചിൽ നമ്മള് ഒരു ബ്ലൂ ഷെയ്ഡ് വർക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ആ ഡാർക്ക് പീച്ച് നമ്മുടെ ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടില്ല. ഇനി അത് നമ്മള് നെക്സ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോക്ക് വരുമ്പം ആ കളേഴ്സ് ഒക്കെ വരും. അപ്പം നമുക്ക് അങ്ങനത്തെ കുറെ ഷെയ്ഡ്സ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 15 ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ചെക്കോട്ട ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ ആയിട്ട് വേറെ ഇനി ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഷെയ്ഡ്സ് ഇനിയും ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ കറന്റ് നമ്മുടെ കയ്യിൽ ഒരു ഡാർക്ക് പീച്ച് ഇല്ല. നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ആണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഓഷ്യൻ ബ്ലൂ, അക്വാ ബ്ലൂ അല്ല, ഇച്ചിരി ഒരു ഗ്രീനിഷ് ബ്ലൂ ആയിട്ടുള്ള, ഇച്ചിരി നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ്. എന്നാൽ ലൈറ്റ് ബ്ലൂവിന്റെ ഇതിൽ വരുന്ന സെക്ഷനിൽ വരുന്ന ബ്ലൂ കളർ തന്നെയാണ്. ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ്. ഒരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ട് ചേരുന്ന പോലത്തെ നല്ലൊരു റെയർ ആയിട്ടുള്ള ഒരു കളറാണ്.
അത് എല്ലാ കളർ കോമ്പിനേഷനോടെ പിങ്കിന്റെ കൂടെ ആണെങ്കിലും പീച്ചിന്റെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ആർക്കും ചേരുന്ന പോലത്തെ നല്ലൊരു മെറ്റീരിയൽ ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ ആക്ച്വൽ കളർ ആണോ കാണുന്നത് നമുക്ക് അറിയത്തില്ല. മീൻസ് എന്നാലും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിലെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ലൈറ്റിന്റെ ഒക്കെ ഒരു പരിമിതി കൊണ്ട് നമുക്ക് ചില കളേഴ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് തോന്നാം, ചിലപ്പോൾ ഇച്ചിരി ഡൾ ആയിട്ട് തോന്നാം. അത് ആ ഒരു ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എല്ലാ കളേഴ്സും ഒരുപോലെ നമുക്ക് ക്യാമറയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതിലെ നമ്മൾ ഇതിന്റെ ഫോട്ടോസ്, ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾ നമ്മളെ പേഴ്സണലി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഫോട്ടോസ് കാണിച്ച് പ്രോപ്പർ കളർ കാണിച്ച ശേഷം നമ്മളത് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. ഇത് നെക്സ്റ്റ് വരുന്ന ഒരു മജന്ത ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. ഇത് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്ത് കാണിച്ചിട്ടില്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആണ്, മീൻസ് കളറാണ്. ഇത് ഒരു നല്ല കളറാണ്. മജന്ത എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഒണിയൻ ഷെയ്ഡ് എന്ന് പറയാം. ആക്ച്വലി മജന്തയല്ല, ഒരു ഡാർക്ക് ഒണിയൻ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഈ ഒണിയൻ ഷെയ്ഡ് ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണല്ലോ. യൂണിഫോം സാരീസ് ആണെങ്കിലും അതുപോലെയൊക്കെ എല്ലാരും ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന ഈ ഒരു ഒണിയൻ ഷെയ്ഡാണ്. ആ ഒരു ഡാർക്ക് കറക്റ്റ് നമ്മുടെ ആ ഒണിയന്റെ ഒരു ഡാർക്ക് ആ ഒരു കളറാണ്. നോർമലി നമ്മൾ കാണുന്ന ഒരു ലൈറ്റ് ഒണിയൻ ഷെയ്ഡ് അല്ല, ഒണിയൻ പിങ്കിന്റെ ഒരു ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഒരു മജന്ത, ഒരു മജന്തയും പറയാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് ഈ ഒരു കളറ് പർട്ടിക്കുലർലി ഏതാണ് എടുത്ത് പറയാൻ അറിയത്തില്ല. എന്നാൽ ആ ഒരു പിങ്ക് ഷെയ്ഡിന്റെ തന്നെ ഒരു ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന പോലെയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. ഇത് നമ്മളൊരു ബേബി പിങ്ക് അല്ല, ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു കളറാണ്. പിങ്ക് ഷെയ്ഡ്സ് പൊതുവേ നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കളറാണ് പിങ്ക് കളറ്. ഇതിനകത്താണെങ്കിലും നമ്മൾ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്സിലുള്ള എംബ്രോയിഡറീസ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ബാക്കി എന്ത് വർക്കാണെങ്കിലും ചെക്കോട്ട മെറ്റീരിയൽ ചെയ്താൽ നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 11 ഷെയ്ഡ്സ് കാണിച്ചു. അതുകൂടാതെ വൈറ്റ് ഷെയ്ഡ്, ഓഫ് വൈറ്റ് ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് കൂടുതലും നമുക്ക് ഓർഡേഴ്സ് ഒക്കെ വരുന്ന സാരീസ് ആണ്, വൈറ്റും ഓഫ് വൈറ്റും. അത് ഞാൻ ഓൾറെഡി നേരത്തെ സാരിയായിട്ടൊക്കെ വീഡിയോസിൽ കാണിച്ചതുകൊണ്ട് പിന്നെ റിപ്പീറ്റ് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ വൈറ്റും ഓഫ് വൈറ്റും പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഏതെങ്കിലും കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ കാണിച്ച കളേഴ്സ് കൂടാതെ വേറെയും കുറച്ച് കളേഴ്സ് ഒക്കെ നോർമലി ചെക്കൗട്ടയിൽ വരാറുണ്ട്. നമ്മൾ ഒരു അക്വ ഗ്രീൻ ആണെങ്കിലും അതുപോലെ വൈലറ്റ് ഷെയ്ഡ്സ് ആണെങ്കിലും സ്കൈ ബ്ലൂ ഷെയ്ഡ്സ്, സ്കൈ ബ്ലൂ വൈലറ്റ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്ത വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഷെയ്ഡ്സ് ഇപ്പം കറന്റ് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലാത്തതുണ്ട്. പക്ഷെ അതും നമ്മൾ പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ആ മെറ്റീരിയൽസ്. അതുപോലെ നമ്മൾ നേരത്തെ ഫോട്ടോസ് ഒക്കെ കാണിച്ചപ്പോൾ ഒത്തിരി പേര് എൻക്വയറീസ് വന്ന് അങ്ങനെ കുറെ സെയിലൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കുറെ സാരീസ് ഒക്കെ. എന്നാൽ നമ്മൾ കണ്ടിന്യൂസ്ലി റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സാരി. നിങ്ങൾക്ക് എപ്പോഴും വിളിച്ചാലും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് റെഡ്ലി അവൈലബിൾ ആയിട്ട് തന്നില്ലെങ്കിൽ വിത്തിൻ 3 to 5 ഡേയ്സിനുള്ളിൽ നമ്മൾ സാരീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ സാരീസ്, പ്ലെയിൻ സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് 10 സാരീസ്, അതായത് 10 സാരീസ് കൂടുതലായിട്ട് വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ 550 റേഞ്ചിൽ കൊടുക്കും. 550 റുപ്പീസ് പെർ സാരി എല്ലാം കൊടുക്കും. അതുപോലെ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ 10 സാരിയിൽ കുറവ്, അതായത് 1 or 2 സാരി വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാനുണ്ടെങ്കിൽ ഒരു സാരിക്ക് 575 രൂപ വെച്ചാണ് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്താ വേണ്ടത്, അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് എംബ്രോയിഡറി ഡിസൈൻസ്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്താ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കൂടുതൽ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പ്ലെയിൻ സാരീസ് ആണെങ്കിലും വർക്ക് ചെയ്ത സാരീസ് ആണെങ്കിലും സൽവാസ് ആണെങ്കിലും ഒക്കെ വേണമെങ്കിൽ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പിലും കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ കാണിച്ച മെറ്റീരിയൽസ് അല്ലാതെ ഇതിന് പുറമെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളെ കമന്റ്സ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. നമ്മള് കുറെ പേരൊക്കെ നമ്മുടെ അടുത്ത് വിചിത്ര സിൽക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കറന്റ് എടുത്ത് വെച്ചിട്ടില്ല, പക്ഷെ ഇനി ആൾക്കാർ കൂടുതലായിട്ട് അതിന് എൻക്വയറി വരുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്ത് വെക്കുന്നതാണ്. അതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൂടുതലായിട്ട് സ്റ്റോക്സ് ഒക്കെ എടുത്ത് വെക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.
ബൈ.